ഇപ്പോൾ പഴയതുപോലെയല്ല. കുട്ടികളൊക്കെ വളരെ നേരത്തെ ഒരുങ്ങുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഷാസിയയുടെ ജൂനിയർ പ്ലാറ്റ്ഫോമിലേക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. പലരും ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് ഇവിടെ കിട്ടാറുള്ളത് എന്ന്. ഷാസിയയുടെ ജൂനിയർ എന്ന് പറയുന്നത് 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികൾക്ക് റെസിഡൻഷ്യലായിട്ട് പഠിക്കാനുള്ള സൗകര്യമാണ്. ആ കൂട്ടത്തിൽ JEE നീറ്റ് CUET പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുള്ള പരിശീലനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല അറ്റ്മോസ്ഫിയർ, സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് വളരെ പ്രധാനമാണ്. ഷാസിയ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല ഹോസ്റ്റൽ സൗകര്യം, എയർ കണ്ടീഷൻഡ് AC ഹോസ്റ്റൽ റൂം, 4 പേര് 8 പേര് 10 പേരൊക്കെ അടങ്ങുന്ന ചെറിയ ചെറിയ ക്യാബിനുകളാണ് കുട്ടികളുടെ ഹോസ്റ്റൽ. അതുപോലെ തന്നെ നല്ല ഭക്ഷണം, ആ കൂട്ടത്തിൽ ഏറ്റവും നല്ല അക്കാഡമിക്സ്. നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് KRH സ്കൂൾ ആവട്ടെ, ഷാസിയ ആവട്ടെ, ഈ സബ് ജില്ലയിലെ ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തുന്ന സ്കൂളാണ്. സബ് ജില്ല സയൻസ് ഫെയറിൽ നമ്മൾ ചാമ്പ്യന്മാരാണ്, അറബിക് ഫെസ്റ്റിൽ നമ്മൾ ചാമ്പ്യന്മാരാണ്, സ്പോർട്സിൽ നമ്മൾ ചാമ്പ്യന്മാരാണ്. ആ സ്കൂളിൻ്റെ ചാമ്പ്യൻ സ്കൂളിൻ്റെ ഭാഗമാകാനുള്ള ഭാഗ്യം കൂടിയാണ് കുട്ടികൾക്ക് കൈവരുന്നത്. അപ്പാർട്ട് ഫ്രം അക്കാഡമിക്സ്, നമ്മളുടെ നോർമൽ പഠനത്തിനപ്പുറത്തേക്ക് കോകരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള സ്വിമ്മിങ്, ഹോഴ്സ് റൈഡിങ്, അതുപോലെ തന്നെ കരാട്ടെ തുടങ്ങിയ ഒരുപാട് കോകരിക്കുലർ ആക്ടിവിറ്റീസ്, പബ്ലിക് സ്പീക്കിംഗ്, ചെസ്സ്, സ്കേറ്റിംഗ്, ഒരുപാട് പ്രോഗ്രാമുകൾ ഇവരെ പഠിക്കുന്നുണ്ട്. മക്കളോട് പറയാനുള്ളത്, നേരത്തെ നമ്മൾ തുടങ്ങിയാൽ നമുക്ക് നേരത്തെ നേടാൻ പറ്റും. പഴയതുപോലെയല്ല, കുറച്ചുകൂടി ഒരു കോമ്പറ്റേറ്റീവായ വേൾഡാണ് കടന്നു വരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇനി വരുന്ന വർഷങ്ങൾ ശരിക്കും പെൺകുട്ടികളുടേതാണ്. ഒരു പക്ഷേ ആൺകുട്ടികൾക്ക് കുറച്ചുകൂടെ ചാലഞ്ചുള്ള സമയം കൂടിയാണ്. ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു ആൺകുട്ടി ഒരു പക്ഷേ ഒരു 80% മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അവനൊരു പക്ഷേ നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടും. കാരണം അന്ന് ഏറ്റവും നന്നായി പഠിച്ചിരുന്ന പെൺകുട്ടികൾ, ക്ലാസ്സിലൊക്കെ നന്നായിട്ട് റാങ്ക് മേടിച്ചിരുന്ന പെൺകുട്ടികൾ, അവർ ജോലി ചെയ്യാൻ ഫീൽഡിലേക്ക് വരാറില്ല. പക്ഷെ ഇന്ന് ഇതല്ല സ്ഥിതി. പെൺകുട്ടികൾ ഏകദേശം എല്ലാ മേഖലകളും അവർ കൈവച്ച് കഴിഞ്ഞു. അവർ ഏറ്റവും സ്മാർട്ടായിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ആൺകുട്ടികൾക്കാണ് ഇനി കുറച്ചുകൂടി ചലഞ്ച് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പെൺകുട്ടികളുടെ ഒരു കാലമായതുകൊണ്ടാണ് അവർക്കൊരു സ്പെഷ്യൽ ക്യാമ്പസ് എന്ന സ്വപ്നത്തിലേക്ക് വരുന്നത്. ഏറ്റവും സേഫായിട്ട് പഠിക്കാനും ഒരുപാട് ഫ്രണ്ട്സും പല നാട്ടിൽ നിന്നുള്ള സംസ്കാരങ്ങളുള്ള കുട്ടികൾ കടന്നു വരുമ്പോൾ അത് അവർക്ക് പരസ്പരം കൈമാറാനും ഒരു ആദാനപ്രദാനം നടത്താനും ഒക്കെ കുട്ടികൾക്ക് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, നല്ല ക്ലാസ് റൂമുകൾ, അടിപൊളി ടീച്ചേഴ്സ്, ഇതൊക്കെയാണ് ജൂനിയർ ഷാസിയയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്.